പ്രിയ സുഹൃത്തുക്കൾക്കും സ്നേഹവന്ദനം. എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര. ഇന്ന് ഞാനിവിടെ പറയുന്ന കഥ കാലകവൃക്ഷീയനും കാക്കയും. യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് പറഞ്ഞു, അല്ലയോ ഭീഷ്മ പിതാമഹ, ഒരു മന്ത്രിക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും. തീർച്ചയായും കേട്ടുകൊള്ളുക. സൽപ്പേരിന് പ്രാധാന്യം നൽകുന്നവനും നീതിന്യായങ്ങൾ ലംഘിക്കാത്തവനും കരുത്തന്മാരെ ദ്വേഷിക്കാത്തവനും കാമക്രോധാദികൾക്ക് അധീനനായി ധർമ്മം വെടിയാത്തവനുമായാണ് പ്രധാന അമാത്യനായിരിക്കാനുള്ള യോഗ്യത. ഒപ്പം അയാൾ കുലീനനും സത്സ്വഭാവിയും ശൂരനും സഹനശീലനുമായിരിക്കണം. ഒരു രാജാവ് കുടുംബക്കാരെ പോലും ഇരുന്നു കൊള്ളണം. ഏതു വ്യക്തിയുടെയും ഉത്കർഷം സഹിക്കാനാവാത്തത് ബന്ധുക്കൾക്കാണ്. കുടുംബക്കാരും ബന്ധുജനങ്ങളും ഇല്ലാത്തവർക്കും സമാധാനവും സുഖവും ലഭിക്കുകയില്ല. അതുകൊണ്ട് ബന്ധുക്കളെ അവഹേളിക്കുകയോ അവരെ അമിതമായി വിശ്വസിക്കുകയോ ചെയ്യരുത്. അവരെ രാജാവ് ആദരിക്കുകയും രക്ഷിക്കുകയും വേണം. ഇതുപോലെ വേണം ഉദ്യോഗസ്ഥന്മാരോടും. രാജാവിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നവരെ രാജാവ് കൈവിടരുത്. ഖജനാവ് കൊള്ളയടിക്കുന്ന അമാത്യന്മാരെ പറ്റി ആരെങ്കിലും രഹസ്യ വിവരം നൽകാൻ മുന്നോട്ട് വന്നാൽ രാജാവ് അവരെ സംരക്ഷിക്കണം. അവർ നൽകുന്ന വിവരങ്ങൾ രാജാവ് രഹസ്യമായി കേട്ട് അറിയണം. ഇങ്ങനെ വിവരം നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രാജാവ് പുറത്തുവിടരുത്. വേണ്ട സംരക്ഷണം ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അകാല മൃത്യു സംഭവിച്ചേക്കാം. കാലകവൃഷീയൻ ഒരു മുനിയുടെയും കാക്കയുടെയും കഥ ഇതിന് ഉദാഹരണമാണ് എന്ന് പറഞ്ഞു. യുധിഷ്ഠിരൻ ശ്രദ്ധയോടെ കഥ കേൾക്കാൻ കാത്തിരുന്നു. ഗംഗാനദിയിൽ നിന്നും വീശിയ കാറ്റ് ഭീഷ്മ പിതാമഹനെ തഴുകിക്കൊണ്ട് കടന്നുപോയി. തൻ്റെ നരച്ച താടികൾ രോമങ്ങൾ വിരലുകളാൽ മെല്ലെ തലോടിക്കൊണ്ട് അദ്ദേഹം ആ കഥ പറയാൻ തുടങ്ങി. പണ്ടൊരിക്കൽ കോസല രാജ്യത്ത് കാലകവൃഷീയൻ എന്നു പേരുള്ള ഒരു മുനി വന്നെത്തി. ക്ഷേമദർശി എന്നു പേരുള്ള ഒരു രാജാവാണ് അന്ന് കോസലം ഭരിച്ചിരുന്നത്. രാജഭരണത്തിലെ രഹസ്യ വിവരങ്ങൾ അന്വേഷിച്ചറിയുക എന്നതായിരുന്നു മുനിയുടെ ലക്ഷ്യം. മുനി ഒരു കമ്പിക്കൂട്ടിൽ അടച്ച കാക്കയെ കൂടി ഒപ്പം കൂടെ കൊണ്ടു നടക്കുമായിരുന്നു. 4 ആൾ കൂടുന്ന സ്ഥലത്ത് ചെന്ന് മഹർഷി വിളിച്ചു പറഞ്ഞു, മാലോകരെ, അത്ഭുത ശക്തിയുള്ള കാക്കയാണിത്. ഇവൻ എന്നോട് ഭൂതം, വർത്തമാനം, ഭാവി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറയും. മാലോകർ ഇത് കേട്ട് കാക്കയെ ആദരവോടെ നോക്കി. കാക്കയുമായി നാട് ചുറ്റിയ മുനി ഭരണാധികാരികളായ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതികളെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ചു. അതുമായി മുനി രാജസന്നിധിയിലെത്തി. രാജാവിനെ കാണേണ്ടതിനു പകരം അദ്ദേഹം ആദ്യം മന്ത്രിയെയാണ് കണ്ടത്. മുനി മന്ത്രിയോട് പറഞ്ഞു, അല്ലയോ മന്ത്രി, നിങ്ങൾ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന കാര്യം ചെയ്തു. ഞാനോ? മന്ത്രി ഞെട്ടലോടെ തിരക്കി. അതെ, ഭണ്ഡാരം കൊള്ളയടിക്കുന്നതായി ഈ കാക്ക പറയുന്നു. സാക്ഷികളുണ്ട്. ഈ സ്ഥിതിക്ക് രാജ്യസമക്ഷം ചെന്ന് കുറ്റം ഏറ്റുപറഞ്ഞ് മാപ്പിരക്കുക. മുനി ഉപദേശിച്ചു. മന്ത്രി അത് പുച്ഛിച്ചു തള്ളി. മുനി അത് കാര്യമാക്കിയില്ല. അദ്ദേഹം ഈ വിധം രാജഭണ്ഡാരം ചോർത്തുന്ന പല ഉദ്യോഗസ്ഥന്മാരോടും പറഞ്ഞു, ഈ കാക്ക ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. നിങ്ങൾ തീർച്ചയായും കുറ്റക്കാരാണ്. മുനി തറപ്പിച്ചു പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയും ഒരുപോലെ പരിഭ്രാന്തരായി. അവർ രഹസ്യമായി ഒരു താവളത്തിൽ ഒത്തുചേർന്നു. എങ്ങനെയും കാക്കയെ വകവരുത്തണമെന്ന് നിശ്ചയിച്ചു. അവർ അതനുസരിച്ച് പദ്ധതി തയ്യാറാക്കി. മുനി ഉറങ്ങുന്ന തക്കം നോക്കി കാക്കയെ വകവരുത്തി. മുനി രാവിലെ ഉണർന്നു നോക്കുമ്പോൾ കാക്ക വിഷശരമേറ്റ് ചത്തുകിടക്കുന്നതാണ് കണ്ടത്. താൻ കാരണമാണല്ലോ ഈ കാക്ക ശത്രുക്കളുടെ കൈയാൽ ചാവേണ്ടി വന്നത് എന്നോർത്ത് ദുഃഖിച്ചു. അദ്ദേഹം നേരെ ചെന്ന് ക്ഷേമദർശിയെ കണ്ട് വിവരം പറഞ്ഞു. രാജാവ് എല്ലാം ശ്രദ്ധയോടെ കേട്ടു. തുടർന്ന് അദ്ദേഹം മുനിയോട് പറഞ്ഞു, അല്ലയോ മുനെ, ഈ കൊട്ടാരത്തിലെത്തിയ താങ്കൾ ആദ്യം മന്ത്രിയെയും ഉദ്യോഗസ്ഥന്മാരെയും കണ്ടത് വലിയ വിഡ്ഢിത്തമായി പോയി. വന്നയുടനെ എന്നെ കണ്ടിരുന്നെങ്കിൽ അങ്ങ് കൊണ്ടു നടന്ന ഈ കാക്കയ്ക്ക് ജീവഹാനി സംഭവിക്കുമായിരുന്നില്ല. ശരിയാണ് മഹാരാജൻ, എനിക്ക് തെറ്റുപറ്റി. മുനി സമ്മതിച്ചു. ക്ഷേമദർശി മുനിയെ ആശ്വസിപ്പിച്ചു.
മുനിയോട് രാജാവ് കൂടുതൽ വിവരങ്ങൾ തിരക്കി. മുനി പറഞ്ഞു, രാജാവേ, ഈ കാക്ക അങ്ങേക്ക് വേണ്ടിയാണ് ജീവൻ കളഞ്ഞത്. എങ്കിലും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. സ്വന്തം ഹിതാഹിതങ്ങൾ അങ്ങ് തിരിച്ചറിയണം. അന്യരെ കണ്ണുമടച്ച് വിശ്വസിക്കരുത്. അങ്ങയോടൊപ്പം നിന്നുകൊണ്ട് ഖജനാവ് കൊള്ളയടിക്കുന്നവർ രാജ്യദ്രോഹികളാണ്. അങ്ങയെ നശിപ്പിച്ച് രാജ്യം തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തുന്നവർ അന്തപുരത്തിൽ പ്രവേശനമുള്ള ഭൃത്യന്മാരോട് ചേർന്ന് ഗൂഢാലോചന നടത്തുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് കൂടുതൽ ജാഗരൂകനായിരിക്കണം. ഗൂഢാലോചന നടത്തുന്നവർ അതിക്രമം പ്രവർത്തിക്കാൻ വേണ്ടിയാണ് കാക്കയെ കൊന്നത്. അതോടൊപ്പം രക്ഷപ്പെടുവാനും അങ്ങ് മന്ത്രിസ്ഥാനം നൽകി ആരൊക്കെ സംരക്ഷിച്ചു അവരൊക്കെ ചതിയന്മാരാണ്. അവർ അങ്ങയ്ക്ക് നാശം വരുത്തും. അതുകൊണ്ട് ഈ കാക്കയെ കൊന്ന കുറ്റം വെളിപ്പെടുത്താതെ ഓരോ മന്ത്രിയെയും സ്ഥാനഭ്രഷ്ടരാക്കി ഓരോരുത്തരെയും ചെയ്ത കുറ്റങ്ങൾ ചോദിച്ചറിഞ്ഞ് ഓരോരുത്തരെയായി ശിക്ഷിച്ചാലും അല്ലാത്ത പക്ഷം അവർ കാക്കയെ കൊന്ന പോലെ കൂട്ടം ചേർന്ന് അങ്ങയെയും വധിച്ചേക്കും. മുനിയുടെ വാക്കുകൾ കേട്ട് രാജാവ് കുറ്റവാളിയായവരെ ഓരോരുത്തരായി പിടികൂടി തക്ക ശിക്ഷ നൽകി. ആപത്തിൽ നിന്നും തന്നെയും രാജ്യത്തെയും രക്ഷിച്ച രാജകുടുംബം ഒന്നടങ്കം കാലകവൃഷിയനെ ആദരിച്ചു. മുനിമുഖ്യൻ പുരോഹിതനായ രാജാവിൻ്റെ യജ്ഞങ്ങൾക്ക് പൗരോഹിത്യം വഹിച്ച് അങ്ങയുടെ ക്ഷേമദർശിയുടെ രാജ്യം നാൾക്കുനാൾ അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചു. എല്ലാ കൂട്ടുകാർക്കും കഥ ഇഷ്ടമായല്ലോ.